ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകൾ, അതായത് ഇന്ന് ഫെബ്രുവരി മാസം 6-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും അതുകൂടാതെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഫെബ്രുവരി മാസം 7-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതുമായ സിനിമകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും ഉണ്ട്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം നമുക്ക്. അതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും റിവ്യൂസ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ്. അപ്പം ഇന്ന് വിടാമുയർച്ചി തിയേറ്റർ റിലീസ് ചെയ്തിരുന്നു, കാണാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തായാലും നാളെ കാണുന്നതായിരിക്കും. കണ്ടിട്ട് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ ഷെയ്നികം പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ഷെയ്നികവും കലയരശനും പ്രധാന വേഷം കൈകാര്യം ചെയ്ത മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ ആക്ഷൻ ത്രില്ലർ മൂവി. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സിംപ്ലി സൗത്ത്, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് പുറത്ത് സിംപ്ലി സൗത്തിലും ഇന്ത്യയിലെ ആഹാ തമിഴിലുമാണ് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള സിനിമയാണ്. ഒരു കട്ടിൽ ഒരു മുറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹക്കീം ഷാ, പൂർണിമ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ മനോരമ മാക്സ് വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സുമല എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ എക്സോസിസ്റ്റ് ബിലീവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഓർഡർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് നമ്മുടെ രാംചരൺ പ്രധാന വേഷം കൈകാര്യം ശങ്കറിന്റെ ഒരു ആക്ഷൻ ഡ്രാമ മൂവിയായിരുന്നു ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ തെലുങ്ക്, തമിഴ്, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് സാനിയ മൽഹോത്ര പ്രധാന വേഷം കൈകാര്യം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. ഹിന്ദി മൂവിയാണ് മിസിസ് എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ C5 വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു കോമഡി ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ മെഹ്താ ബോയ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നമ്മുടെ രവി മോഹനും അതുപോലെ തന്നെ നിത്യ മേനോനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു കാതിലിക്ക നേരമില്ലേ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സിൽ ഈ സിനിമ പിന്നെ ഫെബ്രുവരി മാസം 11-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതി ഈ 2 ഡേറ്റുകളാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്, റിലീസ് ചെയ്യുന്ന ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ ഡേറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിലയിരുത്തുന്നതാണ്. അടുത്തത് നമ്മുടെ മമ്മൂക്കയുടെ റീമാസ്റ്റേർഡ് വേർഷൻ വല്യേട്ടൻ, റീമാസ്റ്റേർഡ് പ്രിന്റ് ആണ് വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയുടെ മനോരമ മാക്സ് വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് റീമാസ്റ്റേർഡ് വേർഷൻ മനോരമ മാക്സ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ബാലയുടെ മാസ് ആക്ഷൻ മൂവി ആയിരുന്നു ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇന്ന് OTT റിലീസ് ചെയ്യുന്ന പലരും കമന്റ് ബോക്സ് ചോദിച്ചിരുന്നു. ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്യുന്നുള്ളത് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും 9-ാം തീയതി നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് നെറ്റ്ഫ്ലിക്സ് വഴി. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഏതൊക്കെ സിനിമകൾക്കാണ് കാത്തിരിക്കുന്നത്, അതുകൂടാതെ വിടാമുയർച്ചി എന്ന സിനിമ തിയേറ്ററിൽ നിങ്ങൾ കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും